നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. നാളെ 2020 ലോകകപ്പിന് ഇന്ത്യ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞെന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് സൂര്യകുമാർ യാദവ് ഇത് പറഞ്ഞത്. വേൾഡ് കപ്പ് ഫൈനലാണ്, ലോകകപ്പ് ഫൈനലാണ്, പ്രഷർ ഉണ്ടാവും, സമ്മർദ്ദമൊക്കെ ഉണ്ടാവും. സമ്മർദ്ദമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കളി ആസ്വദിക്കുക? അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് സമ്മർദ്ദമില്ലെങ്കിൽ കളി ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ്. സമ്മർദ്ദം വേണം, എന്നാൽ കളി ആസ്വദിക്കാൻ കഴിയൂ എന്നാണ് സൂര്യകുമാർ പറഞ്ഞത്. ഇനിയിപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നാലും രണ്ടാമത് ബാറ്റ് ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ എല്ലാത്തിനും ഒരുക്കമാണ്. ഞങ്ങൾ എല്ലാത്തിനും മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ മുമ്പ് ആദ്യം ബാറ്റ് ചെയ്ത് ജയിച്ചിട്ടുണ്ട്, ചേസ് ചെയ്തപ്പോഴും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിനെക്കുറിച്ചും ആശങ്കകളില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വരുൺ ചക്രവർത്തിയുടെ ഫോമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, എല്ലാവരും വരുൺ ചക്രവർത്തിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ആശങ്കയില്ല. കാരണം മൊത്തത്തിൽ കളി ജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. കളി ജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കളിക്കുന്നത്. അപ്പോൾ ആ കളി ജയിക്കാൻ എന്താണോ വേണ്ടത്, അത് എന്താണോ ചെയ്യേണ്ടത്, അത് വരുൺ ചക്രവർത്തിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് വരുണിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് സംശയമൊന്നുമില്ല. വരുണിൻ്റെ പെർഫോമൻസ് മികച്ചതായിരിക്കും ഫൈനലിൽ എന്ന ഇന്ത്യയുടെ വിജയത്തിന് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ വരുൺ ചക്രവർത്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകളൊന്നുമില്ല എന്ന് സൂര്യകുമാർ യാദവ് വളരെ സ്പഷ്ടമായി പറഞ്ഞു. അതാത് ദിവസത്തെ ഇന്നിനെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇന്ന് എങ്ങനെയാണോ കളിക്കേണ്ടത് അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. വേറെ ഒന്നിനെക്കുറിച്ചും ഞങ്ങളുടെ സ്ട്രാറ്റജി അതാണ്. ഞങ്ങൾ വേറെ ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടുന്നില്ല എന്നാണ് സൂര്യകുമാർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് യാതൊരു പ്രാധാന്യം കോച്ച് ഗൗതം ഗംഭീർ കൊടുക്കുന്നില്ല. ടീം കോൺട്രിബ്യൂഷൻ, ടീമിൻ്റെ സംഭാവനകൾ, ടീം വിജയിക്കുക, ടീം എന്ന നിലയിൽ ഒന്നിച്ച് നിൽക്കുക, അതാണ് ഡ്രസ്സിംഗ് റൂമിന് ഏറ്റവും കൂടുതൽ ശക്തിയും ഉഷാറും ആകർഷകത്വവും എല്ലാം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിംഗ് റൂമിനെ സജീവമാക്കുന്നത് ടീമിൻ്റെ മൊത്തത്തിലുള്ള കളിയാണ്, ഏതെങ്കിലും ഇൻഡിവിജ്വലിൻ്റെ റെക്കോർഡോ പെർഫോമൻസോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ടീം എന്ന നിലയിൽ ഏറ്റവും മികച്ച കളി കളിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ലോകകപ്പിൻ്റെ ഫൈനലിലാണ്. നല്ല ക്രിക്കറ്റ് കളിക്കുക, നല്ല ക്രിക്കറ്റ് കളിച്ച് ജയിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലാൻഡ് മികച്ച ടീമാണ്. തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് അവർ കളിക്കാൻ വരിക എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവർ സ്ട്രാറ്റജീസ് കൃത്യമായിട്ട് ഗൃഹപാഠം ചെയ്യുന്ന ആളുകളാണ്. ഗൃഹപാഠത്തിലൂടെ തന്ത്രങ്ങൾ ഒരുക്കുന്ന ആളുകളാണ്, ഒരുക്കുന്ന കളിക്കാരാണ്, മികച്ച ടീമാണ്. മുമ്പും ഞങ്ങൾ അവരുമായിട്ട് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂസിലാൻഡിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല മതിപ്പുണ്ട്. മാത്രമല്ല ഇതൊരു ലോകകപ്പ് ഫൈനലാണ്. ഫൈനലിൽ ഏത് ടീമായാലും മികച്ച കളിയായിരിക്കും. അപ്പോൾ ലോക കിരീടം നേടാൻ വേണ്ടിയിട്ടുള്ളൊരു കളിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് രീതിയിലാണെങ്കിലും കളി മികച്ചതായിരിക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഞങ്ങളിത് കളി ആസ്വദിക്കുക, ഏറ്റവും നന്നായി കളിക്കുക. ഇന്ന് എന്താണോ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്താണോ പ്രധാനം അത് കളിക്കുക എന്നുള്ളതാണ്. പിച്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ ടോസിനെ കുറിച്ചോ ഒന്നും ഈ നിലവിൽ ഒരാശങ്കയുമില്ല. ടോസ് കിട്ടി ആദ്യം ബാറ്റ് ചെയ്യാനോ രണ്ടാമത് ബാറ്റ് ചെയ്യാനോ, ഇനിയിപ്പോൾ ടോസ് കിട്ടിയില്ലെങ്കിലും വിഷയമല്ല. ആദ്യമോ രണ്ടാമതോ എപ്പോൾ വേണമെങ്കിൽ ബാറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങൾ എല്ലാത്തിനും ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് സൂര്യകുമാർ യാദവ് പറയുന്നത്. സൂര്യകുമാർ യാദവ് എന്തായാലും ടീമിൻ്റെ ആത്മവിശ്വാസം അത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. നേരത്തെ മിച്ചൽ സാന്റ്നർ, ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റൻ, പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ലക്ഷ്യം കാണികളെ, ഇന്ത്യൻ ആരാധകരെ നിശബ്ദരാക്കുക എന്നാണ് സാന്റ്നർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ അതാണല്ലോ പറയുന്നത്. ഇന്ത്യയിൽ വന്നിട്ട് കളിക്കുമ്പോൾ ഇന്ത്യയിലെ ആരാധകരെ നിശബ്ദരാക്കാനാണ് എല്ലാവരും ഞങ്ങൾ ശ്രമിക്കുക എന്നാണ് എല്ലാവരും പറയുന്നത്. 2023 ഓസ്ട്രേലിയ അങ്ങനെ പറഞ്ഞു. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ അവർ ജയിക്കുകയും ചെയ്തു. അതൊക്കെ
അന്ന് നടന്നു കഴിഞ്ഞു. അവിടെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ദൂരം വന്നു കഴിഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നില്ല. ഇപ്പോഴും എല്ലാവരും പറയുന്നത് ഇന്ത്യൻ ആരാധകരെ നിശബ്ദരാക്കുന്നതിനെ കുറിച്ചാണ്. അതൊക്കെ അങ്ങനെ തന്നെയാണ്, കാരണം ലോകകപ്പിൻ്റെ ഫൈനലാണല്ലോ. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതങ്ങനെ നടക്കട്ടെ. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2023 ലോകകപ്പ് ഫൈനലൊക്കെ ഞങ്ങൾ മറന്നു കഴിഞ്ഞു. ഞങ്ങൾ ഇത്തവണ എങ്ങനെ ജയിക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചിട്ടാണ് പിന്നെ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസിലാൻഡിനെ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. മികച്ച ടീമാണ് മികച്ച ടീമാണ് ന്യൂസിലാൻഡ്. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് ഞങ്ങൾ ന്യൂസിലാൻഡിനെ കാണുന്നത്. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന സൂചന തന്നെയാണ് സൂര്യകുമാർ യാദവ് തരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥതയോ സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആശങ്കയോ സൂര്യകുമാർ യാദവിൻ്റെ ബോഡി ലാംഗ്വേജിൽ പ്രസ് കോൺഫറൻസിന് വന്നപ്പോൾ കണ്ടില്ല എന്നുള്ളതാണ്. പിന്നെ എല്ലാ അർത്ഥത്തിലും ഒരു ക്യാപ്റ്റൻ, ആത്മവിശ്വാസമുള്ള ഒരു ക്യാപ്റ്റന് തികഞ്ഞ രീതിയിലുള്ള ശരീരഭാഷയുമായിട്ടാണ് സൂര്യകുമാർ യാദവ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊക്കെ ഇന്ത്യയെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവിൻ്റെ ഈ പ്രസ് കോൺഫറൻസിലെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് തീർച്ചയായിട്ടും വലിയ ആശ്വാസം നൽകുന്നതാണ്. എന്തായാലും നാളെ കളിയിൽ അറിയാം ആര് ജയിക്കും. പിന്നെ ഇന്ത്യ ജയിക്കാനുള്ള എന്തെല്ലാം തന്ത്രങ്ങളാണ് ഒരുക്കുന്നത് എന്ന് നാളെ നമുക്ക് നേരിട്ട് തന്നെ കളി തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ കഴിയും.